ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. അതൊരു ടെർമിനൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ടെർമിനൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. കാരണം എല്ലാ ഫങ്ഷൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കൺട്രോളിംഗ് വരുന്നത്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കൺട്രോളിംഗ് എന്ന ഫംഗ്ഷൻ വരുന്നത്. ഇതെന്താണ് കൺട്രോളിംഗ് എന്ന് വെച്ചാൽ ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ബീൻ അക്കംപ്ലിഷ്ഡ്, that is evaluating the performance and if necessary applying corrected measures so that the performance take place according to plan. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. എന്നിട്ട് ആ ചെയ്തതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ കറക്റ്റഡ് മെഷേഴ്സ് എടുത്തിട്ട് പെർഫോമൻസ് പ്ലാനിംഗ് പ്രകാരമാണോ പോകുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിനാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബീൻ അക്കംപ്ലിഷ്ഡ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുക, ആ അക്കംപ്ലിഷ് ചെയ്ത റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്യുക, ആവശ്യമെങ്കിൽ കറക്റ്റഡ് മെഷേഴ്സ് എടുക്കുക സോ ദാറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് ഉറപ്പുവരുത്താം. ഇനി പറയുന്നത് കറന്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യുക എഗെയിൻസ്റ്റ് ദ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡിനോട് നിലവിൽ ഇപ്പോൾ ഉള്ള പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. വിത്ത് എ വ്യൂ ടു എൻഷുവർ ആഡിക്വേറ്റ് പ്രോഗ്രസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. എന്തിനാണ് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സിനോട് നമ്മുടെ കറണ്ട് പെർഫോമൻസിനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണത്? നമ്മളുടെ വേണ്ട വിധത്തിലുള്ള പ്രോഗ്രസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ, സാറ്റിസ്ഫാക്ടറി ആണോ നമ്മുടെ പെർഫോമൻസ് എന്ന് വിലയിരുത്താനും. ഒരു ബേസിക് മാനേജറൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇൻ വിച്ച് യു ആർ കമ്പയറിംഗ് യുവർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്രീ ഡിറ്റർമൈൻഡ് ഓർ പ്ലാൻ പെർഫോമൻസ്. എന്നിട്ട് വേരിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാണ്, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയാണ് സോ ദാറ്റ് നമുക്കത് ഫ്യൂച്ചറിൽ അതൊരു ഫെയിലിയറിലേക്ക് എത്താതിരിക്കാം. ഇതിനാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾ ആണ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ച് നിർത്താവുന്ന ഒരു കാര്യമല്ല കൺട്രോളിങ്. യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ് എനിവേർ. അത് പ്ലാൻ തൊട്ടിട്ട് ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് ഇതിനോടൊപ്പം തന്നെ വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പെർഫോമൻസ് മെഷർ ചെയ്യുകയും ഡീവിയേഷൻസ് ഡിറ്റക്ട് ചെയ്യുകയും റെമഡിയൽ ആക്ഷൻസ് കറക്റ്റ് ചെയ്യുകയും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ഒരു സ്റ്റേജിലും അവസാനിക്കാതെ നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ ഇതൊരു മാനേജ്മെന്റ് ഫംഗ്ഷനാണ്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൺട്രോളിംഗ് എയിം ചെയ്യണത് ഫ്യൂച്ചറിലാണ്. കാരണം കറണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നു, പ്ലാൻഡ് ആയിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്യുന്നു, ഡീവിയേഷൻസിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, കറക്ഷൻ നടത്തുന്നു. ഓൾ ദാറ്റ് ഇസ് ഫോർ ഫ്യൂച്ചർ. ഇനി ഇതൊരു കറക്റ്റീവ് പ്രോസസ്സാണ്. വൈ? ബിക്കോസ് യു ആർ കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്ലാൻ പെർഫോമൻസ് ആൻഡ് യു ആർ സീയിങ് ഇഫ് ദർ ഈസ് എനി ചേഞ്ച്, if there is any correction അല്ലെങ്കിൽ any deviation. If there is any deviation you are correcting it. അതാണ് കറക്റ്റീവ് പ്രോസസ് ആണെന്ന്. ദിസ് ഇസ് റിലേറ്റഡ് ടു പ്ലാനിങ്. കാരണം ഒരു ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്ലാൻഡ് ആയിട്ടാണ്. സോ ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആകണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്ലാൻ. ആ പ്ലാനിങ്ങിന്റെ ബേസിസിൽ മാത്രമേ നമ്മൾക്ക് കമ്പാരിസൺ പോസിബിൾ ആകുന്നുള്ളൂ. അപ്പൊ അതാണ് ദിസ് ഇസ് റിലേറ്റഡ് ടു പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ്ങിലാണ് നമ്മളുടെ പ്ലാൻഡ് പെർഫോമൻസ് വരുന്നത്. ദെൻ അതിനെയാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യണം. സോ ദിസ് ഇസ് റിലേറ്റഡ് ടു പ്ലാനിങ്. ഫ്ലെക്സിബിൾ ആണ്. വൈ? ബിക്കോസ് പ്ലാൻ ചെയ്ത പോലെ ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നില്ലെങ്കിൽ നടത്താവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത് കൺട്രോളിങ്ങിലാണ്. സോ അതുകൊണ്ട് അത് ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ബിക്കോസ് നമ്മൾക്ക് കമ്പാരിസൺ നടത്തണമെങ്കിൽ എന്തിനെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നായിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ദർ ഷുഡ് ബി എ സെറ്റ് സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സോ യു ആർ കമ്പയറിംഗ് ദ
actual performance with the standard performance, and that standard is been set prior. അതാണ് നമ്മളുടെ കൺട്രോളിങ്ങിൽ വരുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. കീ ടു കൺട്രോൾ ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കൺട്രോളിങ് എന്ന പ്രോസസ്സ് പോസിബിൾ ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യണം. സോ കൺട്രോളിങ്ങിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്, ഒരു കറക്റ്റീവ് പ്രോസസ്സാണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു പ്ലാനിങ്, ഫ്ലെക്സിബിൾ ആണ്, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ്. ഇതിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ഇതൊക്കെയാണ് മാനേജറൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ്. ഇനി വരുന്നത് ഇമ്പോർട്ടൻസ് ആണ് കൺട്രോളിൻ്റെ. ഫസ്റ്റ് പറയുന്നത് ഇഫക്റ്റീവ് എക്സിക്യൂഷൻ ആണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചാണ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഈ പ്ലാനിൻ്റെ കൂടെ ആക്ച്വലായി നടന്നത് പ്ലാനിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് ഡീവിയേഷൻ കറക്റ്റ് ചെയ്യാനാണല്ലോ കൺട്രോളിങ് നടക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു ഡു സംതിങ് ഇഫക്റ്റീവ്ലി. ഇനി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കാരണം ടോട്ടലായിട്ട് ഒരു മാനേജ്മെൻറ്റിന് ഒരു അതോറിറ്റി കേന്ദ്രീകരിക്കുന്ന ചിലകളുണ്ടാവും. ഇങ്ങനെ ഈ കേന്ദ്രീകരിക്കുന്ന പോയിന്റുകളിൽ മാത്രം അധികാരം ഒതുങ്ങി നിന്നാൽ പലപ്പോഴും എന്ത് പോസിബിൾ ആവില്ല? ഇഫക്റ്റീവായ രീതിയിൽ ഒരു കൺട്രോൾ പോസിബിൾ ആവില്ല. സോ അതിന് വേണ്ടിയിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആവശ്യമാണ്. ഡീസെൻട്രലൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഈ കൺട്രോൾ വഴിയാണ്. കാരണം എന്താ? അതോറിറ്റി ഏറ്റവും ടോപ്പായിട്ടുള്ള അവരിൽ നിന്ന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് പോകണം. അങ്ങനെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് പോകുന്നിടത്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന പ്രോസസ്സ് പോസിബിൾ. സോ ഡീസെൻട്രലൈസേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കൺട്രോള് സാധ്യമാക്കുന്നത്. കോർഡിനേഷൻ, കാരണം പല ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കോർഡിനേഷനിലാണ്. സോ അപ്പൊ ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കൺട്രോളിങ് പ്രോസസ്സിലൂടെയാണ്. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ആക്ഷനിന്റെ ഒരു ബേസിസ് ആണ്. കറക്ഷൻ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ റാറ്റിഫൈ ചെയ്യുക. അപ്പോൾ സോ ഇറ്റ് റെഡ്യൂസസ് ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ ഫ്യൂച്ചറിൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യും. സോ അതാണ് ഒരു ഫ്യൂച്ചർ ആക്ഷന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് റെഗുലേറ്റ് ചെയ്യാണ്. വൈ? ബിക്കോസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം ദിസ് ഇസ് യുവർ ഗോൾ ആൻഡ് ദിസ് ഇസ് വാട്ട് ആക്ച്വലി യു ഹാവ് ഡൺ. സോ ദിസ് ഇസ് വെർ യു ഹാവ് ടു ഇംപ്രൂവ്. അപ്പം അങ്ങനെ ഇറ്റ് റെഗുലേറ്റ്സ് ഓപ്പറേഷൻസ്. വീക്ക്നെസ് പോയിന്റ് ഔട്ട് ചെയ്യും. കാരണം ആക്ച്വൽ ആയിട്ടൊരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്രോസ് ചെക്കിംഗ് പോസിബിൾ ആണ്. അങ്ങനെ ക്രോസ് ചെക്കിംഗ് പോസിബിൾ ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നില്ല, എന്തുകൊണ്ട് നടന്നില്ല, എവിടെ പാളിച്ച വന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വീക്ക്നെസ് ഓഫ് മാനേജ്മെന്റുകൾ പുറത്തേക്ക് വരും. ചെയ്യാനായിട്ട് പറ്റും. പ്ലാനിങ്ങിൽ വന്ന പാളിച്ചകൾ, ഓർഗനൈസിങ്ങിൽ വന്ന പാളിച്ചകൾ, സ്റ്റാഫിങ്ങിൽ വന്ന പാളിച്ചകൾ, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവാലുവേഷൻ്റെ എഫിഷ്യൻസി, കാരണം നമ്മൾ ആക്ച്വൽ യു ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് പ്ലാൻഡ് പെർഫോമൻസ്. അതുകൊണ്ട് നമ്മളുടെ ഇറ്റ്സ് ബേസിക്കലി ഇവാലുവേഷൻ. ഈ ആക്ച്വൽ വേഴ്സസ് പ്ലാൻഡ് എന്നുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. ബെറ്റർ പെർഫോമൻസിന് പ്രഷർ വരികയാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം കറക്റ്റ് അറിയാൻ പറ്റുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, ശരിക്ക് കിട്ടിയത് എന്താണ്, എവിടെയാണ് നമുക്ക് വന്നത് എന്നുള്ള ആ ഒരു അസസ്മെന്റ് വരുന്നത് കൊണ്ട് ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ ഒരു പ്രഷറാണ് അല്ലേ. അല്ലെങ്കിൽ മനസ്സിലാവും എവിടെയാണ് ഏതിനാണ് പാളിച്ച വന്നതെന്ന് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് they have a tendency to perform better. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കൺട്രോൾ ആണ്. ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാ ഓർഗനൈസേഷനും അവർ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഗോൾസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനും ഒബ്ജക്റ്റീവും ടാർഗറ്റുകളും സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് റിസൾട്ട്സ് ആർ മെഷേർഡ്. റിസൾട്ട് മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ. അതായത് ആക്ച്വലി ദേ ആർ ദ റിസൾട്ട് വിച്ച് ആർ ഡിസൈഡ് അല്ലെ വിച്ച് ആർ പ്രിസൈസ്ലി അണ്ടർസ്റ്റുഡ് ആസ് ടു ബി അച്ചീവ്ഡ് ബൈ ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബൈ ദ എംപ്ലോയീസ്. ഇതായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ചില നിശ്ചിതമായിട്ടുള്ള റിസൾട്ടുകളാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പിന്നെ പണിയെടുക്കണം. നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ചെയ്ത പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നമുക്ക് അറിയണമല്ലോ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിന് അടിസ്ഥാനത്തിലാണോ. അപ്പോൾ അതാണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആക്ച്വലി സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് യു ആർ ഡൂയിങ് ദ ഒറിജിനൽ വർക്ക് ആൻഡ് ദെൻ യു ആർ മെഷറിംഗ് വാട്ട് യു ഹാവ് ഡൺ. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു അപ്രൈസ് ദ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് സ്റ്റെപ്പാണത്. ആക്ച്വൽ പെർഫോമൻസ് നടത്തി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഇനി ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, ആക്ച്വൽ പെർഫോമൻസ് നടത്തി, ആ പെർഫോമൻസ് മെഷർ ചെയ്തു. ഇനി അത് വാലുവേറ്റ് ചെയ്യാണ്. അത് എത്രത്തോളം എക്സ്പെക്ട് ചെയ്തിടത്തോളം വന്നോ, അതിലും കൂടിയോ, അങ്ങനെയുള്ള ആ ഒരു ഡീവിയേഷൻസ് ഉണ്ടോ, മോർ ദാൻ എക്സ്പെക്റ്റഡ് ആണോ. സോ അതൊക്കെയാണ് പെർഫോമൻസിന്റെ അപ്രൈസിൽ. അത് കഴിഞ്ഞ് റീസൺസ് ഫോർ ഡീവിയേഷൻ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. കാരണം സ്വാഭാവികം മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ വരില്ല എന്നുള്ളത്. ദാറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ചിലപ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ റീസൺ. ആ എത്താത്തതിനെ നമ്മൾ ഡീവിയേഷൻ എന്നാണ് പറയുക. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ഡീവിയേഷൻ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നിടത്തും അത് തിരുത്തുന്നിടത്തും ആണല്ലോ കൺട്രോൾ പ്രോസസ്സ് സക്സസ്ഫുൾ ആവുന്നത്. സോ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ റീസൺസ് ഫോർ ഡീവിയേഷൻ ആണ്. ആൻഡ് ഫൈനലി ഫീഡ്ബാക്ക് കൊടുക്കുക. എന്തുകൊണ്ട് ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യു ആർ ഗിവിംഗ് ദ ഫീഡ്ബാക്ക്. ഇതുകൊണ്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പെർഫോമൻസ് ആ റേഞ്ചിലേക്ക് എത്താതിരുന്നത്. ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കലാണ്. പ്രൊവൈഡിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഇൻ ദ ആസ് ഫീഡ്ബാക്ക് to understand why the deviation happened and to reduce it for future. അതാണ് steps in control process. നെക്സ്റ്റ് വരുന്നത് കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. കൺട്രോൾ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ കൺട്രോളിങ് പോസിബിൾ അല്ല. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആസ് സച്ച് ഒരു എൻവിറോൺമെൻറ്റിലാണ്. മൈക്രോ മാക്രോ ഇങ്ങനെ രണ്ട് എൻവിറോൺമെൻ്റ് ഉണ്ട്. അതിൽ മാക്രോ എൻവിറോൺമെൻ്റ് ആണ് നമുക്ക് യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അതിപ്പോൾ കൺട്രോളിങ് പ്രോസസ്സ് വഴിയും ഇത്തരം കൺട്രോളുകൾ പോസിബിൾ അല്ല. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യണത്. പക്ഷെ ആ ഫിക്സിങ് ഓഫ് സ്റ്റാൻഡേർഡ് എന്നുള്ള പ്രോസസ്സും അത്ര എളുപ്പമല്ല. ആ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ശരിയല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കമ്പാരിസണും ഡിഫക്റ്റും എല്ലാം ഒരു ഗുണമില്ലാത്തതായി പോകും. പിന്നെ മോറോവർ ദിസ് ഇസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അത് മാത്രമല്ല വർക്കേഴ്സ് എന്ത് തന്നെ ഇരുന്നാലും ഇത്തരം പ്രവണതകളെ എതിർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് ആണ് വിലയിരുത്തപ്പെടുന്നത്. സോ ദേ വോണ്ട് ലൈക്ക്, അവർക്കത് ഇഷ്ടമാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ എളുപ്പമല്ല, എക്സ്പെൻസീവ് പ്രോസസ്സാണ്. വർക്കേഴ്സ് ഇത്തരം കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. സ്ട്രാറ്റജിക് കൺട്രോൾ, ഓപ്പറേഷണൽ കൺട്രോൾ, ഫീഡ് ഫോർവേഡ് കൺട്രോൾ, ഫീഡ്ബാക്ക് കൺട്രോൾ, കൺകറന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ കൺട്രോൾ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളിങ്ങിനെ പറയുന്നത്. അല്ല, സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ദ സ്ട്രാറ്റജി ആസ് ഇറ്റ് ഇസ് ബീൻ ഇംപ്ലിമെന്റഡ്, ഡിറ്റക്ടിങ് എനി പ്രോബ്ലം ഏരിയാസ് ഓർ പൊട്ടൻഷ്യൽ പ്രോബ്ലം ഏരിയാസ്, suggesting that particular strategy is incorrect and making necessary adjustment.
അതായത് ഒരു ബിഗ് പിക്ചറിലാണ് നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്റ്റെപ്പിംഗ് ബാക്ക് ആൻഡ് ലുക്കിംഗ് അറ്റ് എ ബിഗ് പിക്ചർ ആൻഡ് നമ്മൾ നോക്കുകയാണ് ആ ബിഗ് പിക്ചർ എങ്ങനെയാണ് അതെല്ലാം അലൈൻ ചെയ്ത് സ്മോൾ പീസസ് ഒക്കെ പെർഫെക്റ്റ്ലി അലൈൻ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആ ബിഗ് പിക്ചർ വന്നിട്ടുണ്ടോ എന്നൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നോക്കുന്ന ഒരു തരം കൺട്രോളിനെയാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ കൺസേൺ എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടിംഗ് ദ സ്ട്രാറ്റജിയാണ്. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ, നെറ്റ് പ്രോഫിറ്റിൽ, കോസ്റ്റിൽ, പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ, അതിലൊക്കെ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കറക്റ്റീവ് ആക്ഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് കൺട്രോൾസ് ആണ്. അപ്പൊ സ്ട്രാറ്റജിക് കൺട്രോളിന്റെ ഇംപ്ലിക്കേഷൻ വരുന്നത് ഓപ്പറേഷണൽ കൺട്രോളിലാണ്. ആ എക്സിക്യൂഷൻ പാർട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അതിനെ നമ്മൾ ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയും. പിന്നെ വരുന്നത് ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ്. ഒരു ഫ്യൂച്ചർ ഡയറക്റ്റഡ് ഒരു മെത്തേഡാണ്. ഫോർസി ഹെഡ് ഓഫ് ഒക്കറൻസ് ആണ് ഇതിലൊക്കെ ചെയ്യുക. ഒരു പ്രോബ്ലം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് മുൻകൂട്ടി കാണും. ഒരു ഡിറ്റക്ട് ചെയ്താനും പ്രോബ്ലംസ് ആന്റിസിപ്പേറ്റ് ചെയ്യാനും ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യുന്നത് നോട്ട് നൗ, അതൊരു ഫ്യൂച്ചറിലേക്ക് ആണ്. സോ അത് കുറച്ചും കൂടി ആക്റ്റീവ് അഗ്രസീവ് ആണ്. ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് ഫീഡ് ഫോർവേഡ്. ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതും ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. പക്ഷെ കൺട്രോൾ നടക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, പോസ്റ്റ് ആക്ഷൻ കൺട്രോൾ ആണ്. ഫീഡ് ഫോർവേഡ് ആകുമ്പോൾ സംഭവിക്കുന്നതിന് മുമ്പാണ്. ഇത് സംഭവിച്ചതിന് ശേഷം ആ ഫിനിഷ്ഡ് ടാസ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അസസ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്യാണ് സെയിം ടൈപ്പ് ഓഫ് ടാസ്ക് ഇൻ ഫ്യൂച്ചർ. ഫീഡ് ഫോർവേഡ് ആയാലും ഫീഡ്ബാക്ക് ആയാലും ആക്ച്വലി ഇറ്റ് ഇസ് മെന്റ് ഫോർ ഫ്യൂച്ചർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിക്കേഷൻ ഇസ് ഇൻ ഫോർ ദ ഫ്യൂച്ചർ. പക്ഷെ ഫീഡ് ഫോർവേഡ് പ്രോബ്ലം ഹെഡ് ഓഫ് ഒക്കറൻസ് ഫോർസീ ചെയ്യുമ്പോൾ ഓൾറെഡി ഹാപ്പൻ ആയ ഒരു കാര്യത്തിന്റെ കാര്യങ്ങൾ അസസ് ചെയ്യുന്നതാണ് ഫീഡ്ബാക്ക്. ഇനി കൺകറന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് എന്ന് പറയും അതിനെ. ബിക്കോസ് ഇറ്റ് അലൗസ് പീപ്പിൾ ടു ആക്ട് ഓൺ എ പ്രോസസ് ഓർ ആക്ടിവിറ്റി വൈൽ ഇറ്റ് ഇസ് പ്രൊസീഡിംഗ്, നോട്ട് ആഫ്റ്റർ ഇറ്റ് ഇസ് കംപ്ലീറ്റഡ് ഓർ നോട്ട് തുടങ്ങുന്നതിന് മുമ്പോ കംപ്ലീറ്റ് തുടങ്ങി കഴിഞ്ഞതിനോ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിനോ ശേഷമല്ല. റിയൽ ടൈം കൺട്രോൾ ആണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്റർവെൻ ചെയ്തിട്ട് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആക്ഷൻസ് എടുക്കാവുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ കൺകറന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ടെക്നിക്കുകൾ വേറെ ഉണ്ട്, ടൈപ്സ് ആണ് പലത്. ഒരു ബിഗ് പിക്ചറിന്റെ ഒരു കൺട്രോളിംഗ് ആണ് സ്ട്രാറ്റജിക്ക്. എക്സിക്യൂഷൻ ലെവലിലുള്ളതാണ് ഓപ്പറേഷണൽ. സംഭവിക്കുന്നതിന് മുമ്പ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫീഡ് ഫോർവേഡ്. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഫീഡ്ബാക്ക്. കൺകറന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ ആ പ്രോസസ്സിന്റെ സമയത്ത് തന്നെ നടക്കുന്നതാണ് കൺകറന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കൺട്രോൾ ടെക്നിക്സ് ആണ്. അതിൽ പൊതുവേ നമുക്ക് ബഡ്ജറ്ററി കൺട്രോള്, കോസ്റ്റ് കൺട്രോള്, ഫിനാൻഷ്യൽ കൺട്രോള്, മോഡേൺ മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ഇങ്ങനെയാണ്. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തേത് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ടെക്നിക്കാണ്. സോ ബഡ്ജറ്റ്, കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിപ്പയർഡ് പ്രയർ ടു ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിന് മുമ്പായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്താണ് അതിലുള്ളത് എന്ന് വെച്ചാൽ ഓഫ് ദ പോളിസി ടു ബി പെർസ്യൂഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിൽ എന്ത് പോളിസി നമ്മൾ പെർസ്യൂ ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൈനിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. ഒരു ഗിവൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്ത് പോളിസി പെർസ്യൂ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം. ഈ ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യണതാണ്. അപ്പോൾ ഇങ്ങനൊരു പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തതും ബഡ്ജറ്റഡ് എന്ന് പറയാം, അതും ആക്ച്വൽ റിസൾട്ട്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്.
ഒരു ടൂളാണ് ആക്ച്വലി. പ്ലാൻ ചെയ്യാനും ക്യാരി ഔട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടൂളാണ് മാനേജ്മെന്റിന്റെ. അതൊരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമ്മളൊരു ബേസിസ് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് പറയണം. ഈ ഒബ്ജക്റ്റീവ്സിന് ഒരു ബേസിസ് ആണ് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നീഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക, ഓർഡർലി ബേസിസിൽ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എന്റർപ്രൈസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ്, അങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനെയും നമ്മൾ ബഡ്ജറ്റ് എന്നും അത് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണത് ബഡ്ജറ്ററി കൺട്രോൾ എന്നും പറയും. ഒരു പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് വാട്ട് ഇസ് ബീൻ ഡൺ ആൻഡ് കമ്പയറിംഗ് ദ ആക്ച്വൽ റിസൾട്ട് വിത്ത് കറസ്പോണ്ടിങ് ബഡ്ജറ്റ് ഡാറ്റ in order to understand about the accomplishment or to remedy differences, either adjusting the budget data or correcting the cause of difference. ഇതിനൊക്കെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഓരോ ഓർഗനൈസേഷന്റെ ഓരോ സെഷനും ഒരു ബഡ്ജറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. ആക്ച്വൽ പെർഫോമൻസ് റെക്കോർഡ് ചെയ്യുന്നു. കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റഡ് ഡേറ്റ ചെയ്യുന്നു. വേരിയൻസസ് ഡിറ്റർമൈൻ ചെയ്യുന്നു. വേരിയൻസസിന്റെ റീസൺസ് അസർട്ടേൺ ചെയ്യുന്നു. സൂട്ടബിൾ ആക്ഷൻസ് ഈ ഡിഫക്ട്സ് റെമഡി ചെയ്യാനായിട്ട് എടുക്കുന്നു. ഇതൊക്കെയാണ് നോർമലി ബഡ്ജറ്ററി കൺട്രോളിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു ബഡ്ജറ്ററി കൺട്രോൾ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആവശ്യമാണ്. ഒരു ബഡ്ജറ്റ് മാനുവൽ ഉണ്ടാവണം. അതൊരു ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ ഡോക്യുമെന്റ് സെറ്റിംഗ് ഔട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ റൂട്ടീൻ ഓഫ് ആൻഡ് ദ ഫോംസ് ആൻഡ് റെക്കോർഡ്സ് റിക്വയർഡ് ഫോർ ബഡ്ജറ്ററി കൺട്രോൾ. ആരാണിത് ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ റൂട്ടീൻ, എന്തൊക്കെ ഫോമും റെക്കോർഡ്സ് ആണ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആ ബഡ്ജറ്ററി കൺട്രോളിന്റെ പ്രിൻസിപ്പൽസും ഒരു പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്യുക, അതോറിറ്റീസ് ഡിഫൈൻ ചെയ്യുക, ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ഫങ്ഷണൽ മാനേജർ, റിപ്പോർട്ട്, സ്റ്റേറ്റ്മെന്റ് ഫോർ ഈച്ച് ബഡ്ജറ്റ്, അക്കൗണ്ട് കോഡ്, ബഡ്ജറ്റ് സെന്റർ കോഡ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്, സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു മാനുവലാണ്. ഒരു ബഡ്ജറ്റ് മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. അവര് മാനേജേഴ്സ് എല്ലാവരും ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആവണം എന്നില്ലല്ലോ. സോ ദർ വിൽ ബി എ സെപ്പറേറ്റ് അഡ്വൈസറി ബഡ്ജറ്റ് കമ്മിറ്റി ഹു വിൽ അസിസ്റ്റ് ദ മാനേജേഴ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ഒരു പീരീഡ് ഉണ്ടാവും. ബഡ്ജറ്റ് ആജീവനാന്തല്ല, ഇറ്റ്സ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ്. ആ ഒരു പീരീഡിലേക്കാണ് അത് പ്രിപ്പയറും എംപ്ലോയും ചെയ്യുന്നത്. അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ബഡ്ജറ്റ് കമ്മിറ്റിയിൽ എല്ലാ ആൾക്കാരുടെയും കോർഡിനേഷനും കോപ്പറേഷനും ആവശ്യമാണ്. എംപ്ലോയീസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. adequate and appropriate accounting system വേണം. ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്, കീ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ റിപ്പോർട്ടിംഗ് ആവശ്യമാണല്ലോ. സോ ഇതൊക്കെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരിക്കും അതൊരു ഇഫക്റ്റീവ് മെത്തേഡാണ്. പ്ലാനിങ്ങിന് സഹായിക്കും, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ സഹായിക്കും, റിലേഷൻഷിപ്പിനും കോർഡിനേഷനും സഹായിക്കും. ഒരു വേരിയസ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടും. ടൈമും അറ്റൻഷനും സേവ് ചെയ്യും. വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഒഴിവാക്കും. റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഫോർ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യും. ഒരു പ്രോഫിറ്റ് പ്ലാനിങ് ആണ് ആക്ച്വലി. പക്ഷേ വല്ലാണ്ട് ഓവർ ബഡ് വന്നാൽ കുറച്ച് ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ആയി പോവും. ഇനീഷ്യേറ്റീവ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് പോവും. ഫ്യൂച്ചറിലേക്കുള്ളതാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഫ്യൂച്ചർ അൺസർട്ടൺ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല നമ്മൾ ഈ ചെയ്തു വെക്കുന്നത് എഴുതി വെക്കുന്നതൊക്കെ നാളെ എന്താവും എന്നുള്ളത്. പക്ഷെ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ടൈം കൺസ്യൂമിംഗ് ആണ്. അതൊരു ടൂൾ ഓഫ് മാനേജ്മെന്റ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ്. പിന്നെ വരുന്ന കൺട്രോൾ ടെക്നിക്സിൽ വരുന്നതാണ് കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം ഏതൊരു ബിസിനസിന്റെയും ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. അവരുടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രോസസ് ഓഫ് ലിമിറ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ഐദർ ഓൺ പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ സോ ദാറ്റ് ഗുഡ്സ് മെയ്ഡ് അതിനൊരു ചീപ്പർ റേറ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിൽ വരുന്നതാണ് കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതെല്ലാം വരുന്നത് കോസ്റ്റ് കൺട്രോളിലാണ്. ഇതെല്ലാം വരുന്നത് കോസ്റ്റ് കൺട്രോളിലാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസം ആണ്. ആക്ച്വലി ഫോർമൽ മെക്കാനിസം ആണ്.
ആ മെക്കാനിസത്തിലൂടെയാണ് പ്രോഡക്ട്സിന്റെയും സർവീസസിന്റെയും കോസ്റ്റ് അസർട്ടേൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സോ അതൊരു കൺട്രോൾ ടെക്നിക്കാണെന്ന് പറയാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിനെയാണ്. നിങ്ങൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റിന് താഴെ എല്ലാം ലോസും മേലെ എല്ലാം പ്രോഫിറ്റും ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുക എന്നുള്ളതാണ് എല്ലാ ഓർഗനൈസേഷന്റെയും. അപ്പൊ അതെങ്ങനെ, അത് കോസ്റ്റും വോളിയവും പ്രോഫിറ്റും എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. സോ കൺട്രോൾ ടെക്നിക്കായിട്ട് അതിനെ ഉപയോഗിക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ഒരു പ്രീ ഡിറ്റർമൈൻ കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റുകളെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. സോ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ശരിക്കും ഒരു യാർഡ് സ്റ്റിക്ക് ആണ്. നമ്മൾ ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യുന്ന റീസൺ ഓഫ് ഇൻഎഫിഷ്യൻസീസ് വരുന്നത് ഈ കമ്പാരിസണിലാണ്. പിന്നെയുള്ള കൺട്രോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. റിസോഴ്സസും അതിൻ്റെ ഉപയോഗങ്ങളും കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഫിനാൻഷ്യൽ റേഷ്യോസും. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഇൻഡെപ്ത് സ്റ്റഡി, ഫിനാൻഷ്യൽ പൊസിഷന്റെയും ഓപ്പറേറ്റീവ് റിസൾട്ടിന്റെയും ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടുമാണ്. സോ അത് ആണോ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഒരു ക്യാപിറ്റൽ, നമ്മുടെ പ്രോഫിറ്റ്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, ഇതൊക്കെ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഉണ്ട്. ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഓരോ റേഷ്യോനും മാത്തമാറ്റിക്കലാണ്. അപ്പോൾ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ വാല്യൂവിൽ നിന്ന് നമുക്ക് പല കാര്യത്തിലും ഇപ്പൊ കറണ്ട് റേഷ്യോ ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോ ഉണ്ട്, സോൾവൻസി റേഷ്യോ ഉണ്ട്. സോ ആ ഒരു റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കുറെ ഇന്റർപ്രിട്ടേഷൻസ് നടത്താം. അത് ശരിക്കും പറഞ്ഞ ഒരു കൺട്രോൾ മെക്കാനിസം തന്നെയാണ്. പിന്നെ വരുന്നത് മോഡേൺ മെത്തേഡ്സ് ആണ്. അതിലൊന്ന് ഓഡിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനാണ്. സിസ്റ്റമാറ്റിക്, ക്രിട്ടിക്കൽ ആൻഡ് അൺഫ്ലസ്റ്റേർഡ് അസസ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ടോട്ടൽ പെർഫോമൻസ് ആണ്. അപ്പൊ ഒരു കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്ലാന്, പോളിസീസ്, മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ, ഫിസിക്കൽ ഫെസിലിറ്റീസിന്റെയും ഹ്യൂമൻ റിസോഴ്സസിന്റെയും യൂസ്, ഇതെല്ലാം നോക്കിയിട്ടാണ്. സോ കൺട്രോൾ ഫോർ ഇംപ്രൂവിംഗ് പെർഫോമൻസ്, എലിമിനേറ്റിംഗ് ഇൻഎഫിഷ്യൻസീസ്, ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് മോർ ഓവർ അവിടെ ഓഡിറ്റിംഗ് വരുന്നത് മാനേജ്മെന്റിനാണ്. പിന്നെ വരുന്നതാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമുക്കറിയാം അതൊരു ഓപ്പറേഷണൽ കൺട്രോൾ ആണ്. സത്യത്തിൽ ഒരു ആക്ടിവിറ്റി തുടങ്ങിയാൽ, അല്ലെങ്കിൽ പ്രോജക്ട് കൺട്രോൾ ടെക്നിക്ക് എന്നൊക്കെ പറയും. ഒരു ആക്ടിവിറ്റി തുടങ്ങിയാൽ അത് തീരണം. അപ്പൊ അങ്ങനെ തീരണമെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റി തീരാനായിട്ട് എത്തിച്ചേരാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ അസ്യൂം ചെയ്താലും നമുക്ക് ഒരു ആക്ടിവിറ്റി തീരാൻ പല സമയങ്ങൾ അസ്യൂം ചെയ്യാം. ഏറ്റവും സംഭവങ്ങൾ വന്നാൽ, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ ഒരു നോർമൽ, പെസിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് നോർമൽ. അപ്പൊ ഇതിന്റെയൊക്കെ സമയത്ത് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാൽക്കുലേഷൻസ് നടത്തുന്ന ഒരു മെത്തേഡാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. പിന്നെ വരുന്നതാണ് ഇൻഫർമേഷൻ കൺട്രോൾ. ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡാണ്. ആക്ച്വലി ഇൻഫർമേഷന് യാതൊരു പഞ്ഞുമില്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫർമേഷൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് കറക്റ്റ് കിട്ടണം. എന്നാൽ മാത്രമേ ഈ ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചുണ്ടാവുള്ളൂ അല്ലെ. അത് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് ഫ്ലോ ചെയ്യണം, ബിറ്റ്വീൻ എംപ്ലോയീസ്, വിത്ത് കസ്റ്റമേഴ്സ്, എല്ലാം ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ക്വിക്ക് റിസീവ് ചെയ്യണം, പ്രോസസിങ് ഇൻഫർമേഷൻ. ഓൾ ദിസ് ഇസ് മെയ്ഡ് പോസിബിൾ വിത്ത് നമ്മുടെ ഇൻഫർമേഷൻ കൺട്രോൾ വഴിയാണ്. പിന്നെ ഒബ്വിയസ്ലി ലാസ്റ്റ് വരുന്നത് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് ആണ്. അത് നമ്മൾ ഇൻസ്പെക്ഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓവറോൾ ഇറ്റ് ഇസ് വിത്ത് റിലേറ്റഡ് ടു ദ പ്രോഡക്റ്റ് ക്വാളിറ്റി. അപ്പൊ പൊതുവില് ബഡ്ജറ്ററി കൺട്രോളും കോസ്റ്റ് കൺട്രോളും ഫിനാൻഷ്യൽ കൺട്രോളും മോഡേൺ മെത്തേഡ്സ്.
അതിൽ ബഡ്ജറ്ററി കൺട്രോൾ ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡ് അലോൺ ഇതാണ്. കോസ്റ്റ് കൺട്രോളിലാണ് കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. അതിലാണ് ഫിനാൻഷ്യൽ റേഷ്യോവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും വരുന്നത്. മോഡേൺ മെത്തേഡ്സിലാണ് മാനേജ്മെന്റ് ഓഡിറ്റ്, പേർട്ട് ബാർ, CPM, ഇൻഫർമേഷൻ കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് ഒക്കെ വരുന്നത്. സോ ആസ് സച്ച് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് കൺട്രോളിങ്ങിൽ.